ഹായ് സുഹൃത്തുക്കളെ, പോർച്ചുഗീസുകാർ അതായത് പറങ്കികൾ നമ്മുടെ മണ്ണിൽ കൊണ്ടുവന്ന നിരവധി വിഭവങ്ങളുണ്ട്. അതിലൊന്നാണ് കപ്പ എന്നറിയപ്പെടുന്ന മരിച്ചിനി. അപ്പോൾ ഈ മരിച്ചിനിയെ കുറിച്ച് നമുക്ക് ഒരുപാടൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും മരിച്ചിനി കൃഷി അറിയാവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ സാധാരണക്കാരൻ്റെ ഒരു വിഭവമായിരുന്നു കപ്പ എന്നറിയപ്പെടുന്ന മരിച്ചിനി. ഉണക്കിയും പൊടിച്ചും ഒക്കെ നമ്മൾ സൂക്ഷിച്ചിരുന്ന ഈ കപ്പ പഞ്ഞകാലങ്ങളിൽ, അതായത് ഈ മഴക്കാലത്ത് പണിയൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു അന്നമായിരുന്നു അത്. മരിച്ചിനി ഏത് രാജ്യത്തിൻ്റെ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന മരിച്ചിനി കപ്പയുടെ ചെടികളെക്കുറിച്ചും അതിൻ്റെ കമ്പുകളെക്കുറിച്ചും ഇന്ന് കാലത്ത് നമ്മൾ ചെയ്താൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന കപ്പയുടെ കമ്പുകളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നതിന് വിവിധ ആൾക്കാർ നമ്മളെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം സ്വാഗതം പറയുന്നതിന് ഇപ്പം നാഞ്ചല്ലൂർക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമുക്കിത് പല എപ്പിസോഡുകളായിട്ട് മാത്രമേ കാണിക്കാൻ സാധിക്കുള്ളൂ, ഒരുപാട് നീളമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. നമുക്ക് പഴയ കാലഘട്ടത്തിൻ്റെ പെരുമകളെ കുറിച്ച് അറിഞ്ഞു തന്നെ പോകണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ കപ്പ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ കപ്പയുടെ ഉത്ഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ കപ്പ നമ്മുടെ നാട്ടിലുണ്ടായത്, ആ കപ്പയുടെ ഇനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിച്ചു തരുമോ? പണ്ട് കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്ന മരച്ചിനിയുടെ ഇനങ്ങൾ നച്ചലി ചവല, കലിയൻ, ഓറവോട്ടാൻ, വെള്ളപ്പെരിയൻ, ആസറുവെള്ള, മഞ്ഞയവിയൻ, ആനക്കൊമ്പൻ, കട്ട ഉണ്ട്, കട്ടൻ മരച്ചിനി ഉണ്ട്. ഇപ്പോഴത്തെ ഇനം എന്ന് പറയുമ്പോൾ കാന്താരിപ്പടപ്പൻ, വെള്ളനൂറുമുട്ടായി, കറുപ്പ്, കരിയിലപ്പൊരിയൻ, കാച്ചിക്കാമുട്ടായി, പച്ചക്കമ്പിൽ ഇപ്പോഴത്തെ ബ്ലോക്കിലെ പുതിയ ഇനം പച്ച. എൻ്റെ ചെറുപ്രായ കാലങ്ങളിൽ നച്ചിലിച്ചവല, എംബോറിയൻ, കാസർവെള്ള, പിരിയംവെള്ള ഇങ്ങനെ പല ഇനം മരിച്ചിനികളും ഉണ്ടായിരുന്നു. എല്ലാം വംശനാശം സംഭവിക്കുകയും അതിലുള്ളതിലിപ്പോൾ എംബോറിയൻ സാധാ നാട്ടിൻപുറത്ത് നൂറുമുട്ടൻ എന്ന് പറയുന്ന ഒരു ഐറ്റം മാത്രമേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ. നച്ചിലിച്ചവലയൊക്കെ വംശനാശമായി മാറി. അതിനുശേഷം ബ്ലോക്കിൽ നിന്നിറങ്ങിയ മരിച്ചിനികളാണ് കാന്താരിപ്പടപ്പൻ, കരിയിലപ്പൊരിയൻ, വീട്ടു. ഇതെല്ലാം ഇറങ്ങിയെങ്കിലും ഇപ്പം സാധാരണ നാട്ടിൻപുറത്ത് നിലവിലുള്ളത് കാന്താരിപ്പടപ്പൻ, 6 മാസ ചീനി, ഈ പച്ചക്കമ്പ്. അതും എല്ലാം വംശനാശത്തിൻ്റെ ആരംഭത്തിലേക്കാണ്. എല്ലാം കിഴങ്ങിൽ പൂപ്പലും രോഗങ്ങളുമായി ബാധിച്ചുകൊണ്ടിരിക്കും. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പല കപ്പ കമ്പുകളും നമുക്ക് അന്യം നിന്ന് പോയിട്ടുണ്ട്. അവയെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ പുതിയ രീതിയിലുള്ള പുതിയ കമ്പുകളാണ് ചിനി നടുമ്പോൾ, അല്ലെങ്കിൽ ഒരു കപ്പ നടുമ്പോൾ നമുക്ക് പണ്ട് കാലത്ത് 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ അല്ലെങ്കിൽ 2 കിലോയ്ക്കകത്ത് കിഴങ്ങ് കിട്ടുന്നത് ഇപ്പൊ 10 കിലോ 15 കിലോയ്ക്കകത്ത് കിഴങ്ങ് കിട്ടുന്ന രീതിയിലേക്ക് കമ്പുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പൊ ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് വളരെ നിസ്സാരമായിട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അപ്പോൾ 1 ഏക്കർ, ഇതിപ്പോ ഏകദേശം 1 ഏക്കർ ഭൂമിയോളമുണ്ട്. ഈ ചാക്കുകളിൽ കിടക്കുന്നതെല്ലാം കോഴിവളമാണ്. വിത്ത് മിഞ്ഞ പിടിക്കാത്തതും മായ കിഴങ്ങുള്ളതായ കപ്പയുടെ കമ്പുകൾ തിരഞ്ഞെടുക്കുക. അത് 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ മുതൽ 6 ഇഞ്ച് അതിനകത്ത് നീളത്തിൽ മുറിക്കുകയും 1.5 ഇഞ്ചിനകം താത്ത് നടുകയും വേണം. നടലിനോടൊപ്പം ചാണകം, രാസവളം ഇതെല്ലാം ഉപയോഗിച്ച് കുഴി വെട്ടിയാണ് ഇവിടെ സാധാരണ നടാറുള്ളത്. നല്ല വർഷകാലങ്ങളിലല്ല നടുന്നത്. കുംഭമാസത്തിലെ ആണ്. കുംഭം, മീനം, മേടം ഇങ്ങനെ 3 മാസങ്ങളാണ് നടാറുള്ളത്. ഈ 3 മാസം കുംഭത്തിൽ നടന്ന മരിച്ചിനി വെള്ളം കോരിയാലേ പൊടിക്കാൻ സാധ്യതയുള്ളൂ. മറ്റ് ധനുമാസവും അതുപോലെ തന്നെ. മീനം, മേടം മുതലുള്ളതിൽ നടുവിന് വെള്ളം ആവശ്യമല്ല, മഴക്കാലമാണ്. നട്ട് ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ പുല്ല് ചെത്തണം. 6 മാസത്തിൽ 3 മാസത്തിലും ചെത്തണം. ഒരു 7 മാസം 8 മാസമൊക്കെ ആകുമ്പോൾ രാസവളവും ഇട്ട് പുല്ല് പറിച്ചിടും. 3 മാസം ആകുമ്പോൾ ആദ്യ വളത്തിൽ തന്നെയാണ് മരിച്ചിനിക്ക് ഉള്ള വളർച്ചയ്ക്കുള്ള ഒരു നിലനിൽക്കും മണ്ണിൽ. അത് കഴിഞ്ഞ് കിഴങ്ങിൻ്റെ പരുവമാകുമ്പോഴാണ് 6 മാസം 7 മാസം കഴിഞ്ഞ് രാസവളം പ്രയോഗിക്കാറുള്ളത്. ഈ രാസവളം ഇട്ട് 2 മാസത്തിനകം പിഴണം. 10 മാസം അല്ലെങ്കിൽ മാക്സിമം 11 മാസം കൊണ്ട് ഈ മരിച്ചിനികൾ വിളവെടുക്കാം. ഏകദേശം 150-200 രൂപയോളം ഒരു കമ്പിൽ നിന്നുള്ള കിഴങ്ങിരിക്കും. അതിപ്പോൾ 6 മാസം ചീനി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതും 7-8 മാസമായി തന്നെയാണ് വീഴുന്നത്. 8-9 മാസമായി. 6 മാസം ആകുമ്പോൾ അതിൻ്റെ കിഴങ്ങിന് ഭാഗമാവും ഏകദേശം. പരമ്പരാഗതമായിട്ടാണ് ആദ്യം അച്ഛനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനാണ് നോക്കി നടത്തുന്നത്. ലാഭം വലുതായിട്ടൊന്നും പറയാനില്ല.
മാനസിക സംതൃപ്തി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നമ്മുടേതായ വസ്തുവിൽ ഉണ്ടാക്കി നമ്മളായി കൃഷി ചെയ്ത് നമ്മളെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത്രേ ഉള്ളൂ. കരയിൽ കൃഷി ചെയ്യുന്ന സമയത്ത് കരയിലുണ്ടാകുന്ന കപ്പയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കീടങ്ങളുടെയും പിന്നെ നമ്മുടെ എലിയുടെ ശല്യം കൂടുതലായിരിക്കും. പിന്നെ അതിന് വെള്ളം കിട്ടാത്തതുകൊണ്ടും മണ്ണിളക്കം കുറവായതുകൊണ്ടും കിഴങ്ങ് വലിയ സൈസ് ആവില്ല. അപ്പോൾ വയലിലോട്ട് മാറിയപ്പോൾ വയലിൽ മണ്ണിളക്കം കിട്ടുന്നുണ്ട്, വെള്ളത്തിന് വലിയ മിസ്റ്റേക്ക് വരുന്നില്ല. അതുകൊണ്ട് വയലിൽ നമുക്ക് നല്ല തൂക്കം കിട്ടുന്നുണ്ട്. സീസൺ എന്ന് പറയുമ്പോൾ ആദ്യ വേനൽക്കാലത്ത് നടുന്നത് ജനുവരി മുതൽ നമ്മൾ കുഴിച്ചെടുത്ത് നടും. വേനൽക്കാലം കൂടുതലാണെങ്കിൽ കമ്പ് വച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മൂട്ടിൽ വെയിൽ കൊള്ളാതെ തണൽ വെച്ച് അത് നടും. അത് കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് എല്ലാ ഐറ്റം മരിച്ചിനെയും നമുക്ക് നടാം. ഈ വേനൽക്കാലത്ത് കമ്പും വെച്ചിട്ട് അതിന് പുറത്തി പോലെ തണൽ വയ്ക്കും, കമ്പ് ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി. ഇന്നത്തെ കാലത്തെ ചെയ്യുന്ന വേല അങ്ങനെയാണ്. ഇതൊരു 70 സെന്റോളാണ്. ഇതൊരു 2 ദിവസം. ഇതൊരു 10-35 ആളിന്റെ പണിയാവും. മെഷീൻ വെച്ചാൽ വളരെ ലാഭം. ദിവസം ആകുമ്പോൾ ഒരു 20,000 രൂപയല്ലേ പണി. മനുഷ്യനാണെങ്കിൽ ഒരു 30-35. ഇപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കിഴങ്ങ് എങ്ങനെയാ? നിങ്ങൾ മനുഷ്യൻ വെട്ടുന്നതാണോ നല്ലത്? ഇല്ല, ആള് ചെയ്യണേനേക്കാളും കൂടുതൽ മണ്ണളവുന്നുണ്ട് ഇതിൽ. മണ്ണളവും മണ്ണളവുമ്പം കൂടുതൽ വേരോട്ടം ഉണ്ടാവും, കൂടുതൽ കിഴങ്ങുണ്ടാവും. ആദ്യം നമ്മൾ നടുമ്പോഴത്തേക്ക് ഇടാനുള്ള രാസവളം അല്ല, ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകം അല്ലെങ്കിൽ കോഴിവളം. അതിൻ്റെ പുറമെ ജൈവവളവും ഉപയോഗിക്കും, രാസവളം കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കും. ഇതിന് പുറമെ രാസവളം കൂടെ. അടുത്ത ഘട്ടമാകുമ്പോൾ 2 മാസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുല്ല് പറിച്ച് മാറ്റും. അതിന് വേണ്ടുന്ന ഇതൊക്കെ നോക്കണം. പിന്നെ അതിനിടയ്ക്ക് എലിയും മറ്റുള്ള കാര്യങ്ങൾ വന്നാൽ അത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും വൃത്തിയാക്കി മണ്ണിളക്കി കാളയിൽ എല്ലാം മാറ്റി വൃത്തിയാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ കാട് പറയൽ എല്ലാം ഇതിന് വേണ്ടി വരും. അത് കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴേ വിളവെടുപ്പാകും. മൊത്തത്തിൽ ഒരു 8 മാസം കഴിഞ്ഞാൽ മുതൽ വിളവെടുക്കാം, എങ്കിലും 1 വർഷം മേശമാണ്. ഇപ്പം ഈ മണ്ണിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് എലിയുണ്ട്. അപ്പം അത് അകത്തോട്ട് പോകുന്നതിനനുസരിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമുക്ക് തുരപ്പനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇത് വെട്ടിക്കിളച്ചെടുത്താൽ. പക്ഷെ അത് ഒരുപാട് മരിച്ചിനെയൊക്കെ നഷ്ടം വരും. എന്തായാലും ഇതിനകത്ത് ഇപ്പം എലി ഉണ്ട്, എലി കൂട് വെച്ചിട്ടുണ്ട്, അത് വ്യക്തമായിട്ടറിയാം. കപ്പ കൃഷിയെക്കുറിച്ചുള്ള ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കുറച്ചുകൂടെ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലേക്കായി നിങ്ങൾ ഷെയർ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് പോകണം. എൻ്റെ ഈ അടുത്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം, കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയ വീഡിയോ വരുമ്പോഴേക്കും വണക്കം.